ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ +1 പഠിക്കുമ്പോഴുള്ള എൻ്റെ ഒരു ദിവസം 1 ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ എണീച്ച് നിസ്കരിച്ച് പഠിക്കാനിരിക്കും. അപ്പോൾ ഉമ്മി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ ഇന്ന് ചായയും ഒരു കേക്കും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്ന് ഇരുന്ന് നിന്ന് ഒക്കെ പഠിച്ച് ഒന്ന് റിവൈസൊക്കെ ചെയ്യും എല്ലാം. പിന്നെ പഠിക്കാനുള്ള ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കും. ഒരു 6 മണി മുതൽ രാവിലെ 7:30 വരെ എനിക്ക് രാവിലെ പഠിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്നല്ല, ചിലപ്പോൾ മുകളിലായിരിക്കും തുണി അലക്കിയിട്ടേക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് താഴത്തേക്ക് വരും, യൂണിഫോം എടുത്ത് താഴത്തേക്ക് വരും. എന്നിട്ട് പിന്നെ നേരെ കുളിക്കാൻ കയറും. കുളി കഴിഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഇതാട്ടോ എൻ്റെ യൂണിഫോം. ഇതിലൊരു കോട്ടും കൂടിയുണ്ട്, താഴത്ത് ആ സെയിം കോട്ടിൻ്റെ സെയിം കളർ പാൻറ്റും കൂടിയുണ്ട്. ഞാൻ കുളിച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും മോന് എണീച്ച് വന്ന് പല്ലേക്കാൻ പോണത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കണ്ണൊക്കെ എഴുതി അങ്ങനെ മേക്കപ്പിൻ്റെ ആ ഒരു ഇതാവും. പക്ഷേ എല്ലാം കുറേ ഒന്നുമില്ല കേട്ടോ, മേക്കപ്പ് ജസ്റ്റ് കണ്ണെഴുതൽ മാത്രമേ ഉള്ളൂ. പിന്നെ തട്ടനെ ചുറ്റാൻ കുറേ നേരം എടുക്കും. ഇതിനാണെങ്കിൽ മെയിനായിട്ട് കുറേ നേരം പോണത്. ചുറ്റുന്നു വയ്ക്കുന്നു അങ്ങനെയാണ് ഞാൻ. തലേ ദിവസം ടൈം ടേബിൾ അനുസരിച്ച് വെക്കണ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ അന്ന് രാവിലെ തന്നെയാണ് ഞാൻ ടൈം ടേബിളൊക്കെ അനുസരിച്ച് വെക്കണത്. പിന്നെ കഴിക്കാൻ പോകും. രാവിലെ എനിക്ക് ഇന്ന് പുട്ടും മട്ടൻ കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്കൂളിലേക്ക് വന്ന് നിൽക്കും. ഞാൻ ഈ വണ്ടിക്കാട്ടോ പോണത്. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകും. ഇവിടെ നിന്ന് ഒരു 8:20 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ ഒരു 8:35 ആകുമ്പോൾ എത്തും. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. ഇന്ന് സ്കൂൾ വിട്ടപ്പോൾ 4:30 ആയി. ചിലപ്പോൾ 4 മണിക്ക് വിടും, ചിലപ്പോൾ 4:30 ആവും. അത് ഡിപ്പെൻസ് മിസ്സിൻ്റെ മൂഡും എല്ലാം പോലെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ഉമ്മിക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചു എത്തിയെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ റെഡിയാകാൻ പോവാണ്. ഇതൊക്കെ അയച്ച് പറിച്ച് കളയാൻ പോവാണ്. വന്നിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി ഒന്ന് സെറ്റൊക്കെ ആയിട്ട് പിന്നെ കഴിക്കാനായിട്ട് പോകും. താഴത്തൊക്കെ ഇപ്പോൾ കഴിക്കാനായിട്ട് പോകും. കഴിക്കാൻ കയറുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി ഒന്ന് ചാർജ് ചെയ്യാനുണ്ട്, എന്നാലേ നാളെ നമുക്ക് സ്കൂളെത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചാർജ് ചെയ്യാനായിട്ട് പോകും. ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചെയ്യണത്, പക്ഷേ ഇപ്പം ഞാൻ എങ്ങനെ ചാർജ് ചെയ്യണമെന്ന് പഠിച്ച ശേഷം ഞാൻ വൈകിട്ടാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ആയിരുന്നു ഇന്ന് ഉണ്ടായത്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പിന്നെ ക്ലാസ്സിൽ കാണാൻ നിൽക്കും. ഒരു 6 മണിക്ക് മുമ്പൊക്കെ തന്നെ ക്ലാസ് കാണൽ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിസ്കാരമൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. എനിക്കിന്ന് കെമിസ്ട്രി ആയിരുന്നു കാണാനുണ്ടായത്. ഇത് ആക്ച്വലി ലൈവ് അല്ലായിരുന്നു, ഇത് റെക്കോർഡ് ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കറക്റ്റ് നോട്ട്സൊക്കെ എഴുതി ലെക്ചർ നോട്ടൊക്കെ എഴുതിയാണ് ഞാൻ പോണത്. എന്നിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. സ്കൂളിൽ ആക്ച്വലി ഈ ചാപ്റ്റർ കഴിയുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എനിക്ക് കത്തിയിട്ടുണ്ട്. എന്നാലും സ്കൂളിൽ പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ നീറ്റാണ് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ കുറേ പറയും. അപ്പം നമ്മൾ ക്ലാസ് മിസ്സാക്കാറൊന്നുമില്ല. വൈകിട്ട് വന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിലും എല്ലാത്തിലുമാണ് ഞാൻ ഈ ക്ലാസ് കാണുന്നത്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും ഈ ക്ലാസ്സിൽ കുറച്ചൊക്കെ മാത്സൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. മുഖത്ത് കാണില്ലെങ്കിലും അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചെയ്തെനിക്ക് മാത്സിനോട് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് പിന്നെ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയും കുത്തിയും കുറച്ചും ശേഷം പഠിക്കാനൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ചായ കുടിക്കാനായിട്ട് തോന്നി. അപ്പം ഞാൻ തന്നെ ഒരു ചായ ഉണ്ടാക്കി. പക്ഷേ അത് വയ്ക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം കുറച്ച് കടുപ്പം കൂടിപ്പോയോന്ന് ഒരു ഡൗട്ട്. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ചിക്കൻ ഒന്ന് പെട്ടെന്ന് തന്നെ വറുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 ചട്ടിയിൽ വെച്ചത് പെട്ടെന്ന് ആവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, രാത്രിയല്ലേ വറുക്കുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ചിലപ്പോൾ റിവൈസ് ചെയ്യാനുണ്ടെങ്കിലും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ റിവൈസൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് കിടക്കാനായിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.